ഹായ് ഗൈസ്, ഇന്നൊരു കണവ നിറച്ചതാണ്. ആദ്യം നമ്മൾ കണവ വൃത്തിയാക്കി എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് അരിപ്പൊടി ഇതേപോലെ നനച്ചെടുക്കണം. ചൂടുവെള്ളം ഉപ്പിട്ടിട്ട് ഇതേപോലെ കുഴച്ചെടുക്കണം ബൗൾസ് ആക്കിയിട്ട്. ഇനി നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്, പിന്നെ വേണ്ടത് സവാള കൊത്തി അരിഞ്ഞത്. ഇനി നമുക്ക് നമ്മുടെ കണവയുടെ തലയെല്ലാം കൂടെ എടുത്തിട്ട് ഇതേപോലെ ഉപ്പിട്ട് വേവിച്ചെടുക്കണം. ഇനി നമ്മളൊരു പാനിനകത്തോട്ട് എണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് കുറച്ച് കടുവും കൂടി ഇട്ടിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സവാള നമുക്ക് വഴട്ടിയെടുക്കണം. ഇനി നമുക്ക് സവാള പെട്ടെന്ന് വരണ്ട് വരാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിക്ക് ആവശ്യത്തിന് നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ നമ്മുടെ കണവയുടെ തലയെല്ലാം കൂടെ വേവിച്ച് വെച്ച് നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ മാവ് ബോൾസ് ആക്കിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കണം. ഈ മസാല എല്ലാത്തിനും പിടിക്കണം. ഇനി നമ്മുടെ കണവയിലോട്ട് നമ്മൾ വെളുത്തുള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കൂടെ അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് ശേഷം നമ്മൾ നേരത്തെ മസാല എടുത്ത് നമ്മൾ ഫില്ല് ചെയ്യുന്നുണ്ട് കണവയ്ക്കകത്തോട്ട്. ആദ്യം നമ്മൾ സ്പൂണൊക്കെ വെച്ച് ചെയ്യാൻ നോക്കി, പക്ഷെ നടക്കുന്നില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് കൈയൊക്കെ വെച്ച് പിന്നെ ഫില്ല് ചെയ്ത് കൊടുത്ത് ഇതേപോലെ ഫില്ല് ചെയ്ത് നല്ല രീതിയിൽ എന്ന് പറയുമ്പോഴത്തേനും ഒരുപാട് കുറച്ച് ഫില്ല് ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് കുറച്ച് ഈർക്കിൽ ഇങ്ങനെ കുത്തി വെക്കുന്നുണ്ട്. ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ എണ്ണയ്ക്കകത്തോട്ടുമ്പോൾ പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് കുറച്ച് മാത്രമേ ഫില്ല് ചെയ്ത് വെക്കാവൂ. അത് കഴിഞ്ഞ് നമ്മൾ ഇതിനകത്ത് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ കണവയൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുവേണ്ടി നമ്മൾ പാൻ വെച്ചിട്ട് അതിനകത്ത് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കണവ നിറച്ചത് അതിനകത്തോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഇത് മൊരിച്ചെടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണവ നല്ല രീതിയിൽ വേവണം. അപ്പോഴത്തേനും നല്ല രീതിയിൽ തിരിച്ച് മറിച്ചുവിട്ട് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇവിടെ നമ്മുടെ കണവ നിറച്ചത് റെഡിയായി കഴിഞ്ഞു ഗൈസ്. അതിന് നമ്മൾ മുകളിൽ കുറച്ച് അലങ്കാര പണികളൊക്കെ ചെയ്ത്, അലങ്കാരപ്പണികൾ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ കണവ നിറച്ചത് ഞാൻ കഴിച്ചു നോക്കാൻ പോവാണ്. അടിപൊളി ടേസ്റ്റായിരുന്നു, നല്ല രുചിയുണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.